സെലക്ട് ഹോംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട്ടിൽ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പുക്കാട്ടുപടിയിലുള്ളൊരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ലൊക്കേഷൻ വരുന്നത് പുക്കാട്ടുപടിയിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ബാവപ്പടി എന്ന കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററും ഇടപ്പള്ളിയിൽ നിന്നും ഏകദേശം 14 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും 8 കിലോമീറ്ററും മാത്രമേ ഈ ഒരു വീട്ടിലേക്ക് ദൂരം വരുന്നു. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വീടിൻ്റെ എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പ് എലിവേഷനാണ് ഈ വീടിനായി നൽകിയിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകി വീട് അത്യാവശ്യം ഭംഗിയുള്ളതുമാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് ഏകദേശം 4 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് നോർത്ത് സൈഡിലേക്കാണ്. കൂടാതെ ഡോർ വെച്ചിരിക്കുന്നത് പടിഞ്ഞാറ് സൈഡിലേക്കും. വീടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ വിശേഷങ്ങളിൽ വരാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ പൈപ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗേറ്റാണ് കൊടുത്തേക്കണത്. അത് ഒരെണ്ണം സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ ഒരെണ്ണം ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് കിടക്കുന്നത് നേരെ കാർ പോർച്ചിലേക്കാണ്. അത്യാവശ്യം വലിയൊരു കാർ പോർച്ച് തന്നെയാണ്. വലിയൊരു SUV ടൈപ്പ് കാർ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമുക്ക് മുറ്റത്ത് ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചിട്ട് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഡയറക്ഷനാണിത്. ഈ ഒരു ഭാഗത്ത് ഏകദേശം 1 മീറ്റർ ഗ്യാപ്പ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലായിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പറ്റൂല എങ്കിലും അത്യാവശ്യം 2-3 ബൈക്കുകളൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാണെന്നുണ്ടെങ്കിൽ കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് കോർണറിൽ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ അത്യാവശ്യം ഈ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് ഒന്നും താഴേക്ക് പോകാത്ത രീതിയിൽ സേഫ്റ്റി ആക്കിയിട്ട് വീടിൻ്റെ കിഴക്ക് സൈഡാണിത്. ഇവിടെ ആയിട്ട് ഏകദേശം ഒരു 3 മീറ്റർ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ പഞ്ചായത്ത് റോഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ സെറ്റ് ബാക്ക് ആയിട്ട് 3 മീറ്റർ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ വർക്ക് ഏരിയ കാണാൻ പറ്റും. വലിയൊരു വർക്ക് ഏരിയ ആണ്. നമുക്ക് അകത്തുനിന്ന് കൂടുതൽ പരിചയപ്പെടാം. നമുക്കിനി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ പോവാം. സിറ്റ് ഔട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തേക്കണത്. ചെയറിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കണത്. നമുക്കിനി വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആഞ്ഞിലിയിലും മഹാഗണിയിലും തീർത്തിരിക്കുന്ന മെയിൻ ഡോറാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നേരെ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കയറിയേക്കുന്നത്. അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ ആണ്. കൂടാതെ മനോഹരമായിട്ട് തന്നെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഭംഗിയായിട്ട് തന്നെ ഒരു ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ വോം ലൈറ്റ് ആണ് കൊടുത്തേക്കണേ. അതുകൊണ്ട് തന്നെ ഒരു വൃത്തികേട് ഫീൽ ചെയ്യുന്നില്ല. കളർഫുള്ളോ കാര്യങ്ങളൊന്നുമില്ല. വോം ലൈറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് ഏരിയയാണ് ഈ കാണുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. നമുക്ക് എത്ര വലിയ ടേബിൾ ഇട്ടാലും പാസേജിനൊന്നും ഒരു തടസ്സം വരില്ല. നമ്മുടെ കിച്ചണിലേക്ക് പോകേണ്ട വഴി ഇതാണ്. നമ്മുടെ ഡൈനിങ് ഏരിയ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ കിടക്കും. കൂടാതെ മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒതുക്കി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ടുള്ള കുറച്ച് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്പൺ കിച്ചണാണ്. അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു കിച്ചണാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഫ്രിഡ്ജ് വെക്കുന്നുള്ള ഒരു ഏരിയ ഇവിടെ ഒതുക്കി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പാസേജിലേക്ക് വരില്ല. കൂടാതെ മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തേക്കണത്. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഉപയോഗിച്ച അതേ ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ കിച്ചൺ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കിച്ചണോടനുബന്ധിച്ച് തന്നെ വർക്ക് ഏരിയയിലേക്കാണ് പോകാനുള്ളത്.
വേറെ ഒരു വീട്ടിലും കാണാത്തത്ര വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൈഡിൽ ഏകദേശം 3 മീറ്റർ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വർക്ക് ഏരിയക്ക് വളരെയേറെ സ്പേസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു കിച്ചന്റെ അതേ ഉപയോഗം തന്നെ ഇവിടെ നടക്കാവുന്ന രീതിയിൽ അത്രയും വലിപ്പമുള്ള ഒരു കിച്ചനാണ്, വർക്ക് ഏരിയയാണ്. അതിനും കിച്ചൺ ടോപ്പായിട്ട് ആ സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 സൈഡിലേക്കും ഇറങ്ങാവുന്ന രീതിയിൽ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്റ്റെയറിന്റെ അടിയിലായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു ഏരിയയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം ഗ്ലാസ്സിൽ നമ്മുടെ എന്തെങ്കിലും പാത്രങ്ങളോ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളോ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഏരിയ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല വലുപ്പമുള്ള ഒരു റൂമാണ്. ഏകദേശം 12x13 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെയുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 പാളിയുടെ ജനല ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ പാളിയുടെ 2 വിൻഡോസ് ഇവിടെയും നൽകിയിട്ടുണ്ട്. കൂടാതെ വളരെ മനോഹരമായിട്ട് തന്നെ ഇതിന്റെ ഹോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമാണ്. ഇത് കണ്ടോ, നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഇതൊക്കെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ടൈലും കാര്യങ്ങളും കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി പോകാനുള്ളത് നമ്മുടെ മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക്, അതായത് ഹാൻഡ് റെയിലിന് വേണ്ടിയിട്ട് ഗ്ലാസും അതുപോലെ തന്നെ വുഡിലുമാണ്, ടീക്കൂട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി മേളിലേക്ക് പ്രവേശിക്കാം. മേളിലേക്ക് പോകുമ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിൽ കയറുന്നുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് അപ്പർ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ്. പിന്നെ ഈ ഭാഗത്ത് നല്ലൊരു ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഈ ഒരു സൈഡിലാണ് വരുന്നത്, പിന്നെ ഒരെണ്ണം ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറാം. ബെഡ്റൂമിലേക്ക് കയറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2ാമത്തെ ബെഡ്റൂമാണിത്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഏകദേശം 120ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഭംഗിയുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. പിന്നെ അഡീഷണൽ 3 പാളിയുടെ 2 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ബാത്റൂമിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വലുപ്പമുള്ള ഒരു ബാത്റൂമാണ്. വളരെ ലെങ്ത് ഉള്ള ഒരു ബാത്റൂമാണ് കൊടുത്തേക്കണത്. നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തേക്കണത്. ഡൈവേർട്ടറും കാര്യങ്ങളെല്ലാം സെറയുടെ തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം വന്നത്. നമ്മളെ താഴത്തെ ബെഡ്റൂമിന്റെ അതേ വലുപ്പത്തിലുള്ള റൂം തന്നെയാണ്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. 2 പാളിയുടെ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും വന്നിട്ടുണ്ട്. താഴെ കണ്ട ആ ബെഡ്റൂമിന്റെ അതേ വലുപ്പത്തിലുള്ള കാര്യങ്ങളിലുള്ള റൂം തന്നെയാണ്. കൂടാതെ ബാത്റൂമും ഏകദേശം സെയിം മെഷർമെന്റ് തന്നെയാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചത്. ഇനിയിപ്പോ നമുക്ക് കാണാനുള്ളത് ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയാണ്. അതായത് 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി വേണമെങ്കിൽ ഇതൊരു വർക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാം. ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പോയിന്റും അതേപോലെ തന്നെ അതിനുള്ളൊരു വേസ്റ്റ് ലൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് എൻ്റെ ഡോർ വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. അതും കോൺക്രീറ്റിൽ തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത്. നമ്മൾ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയ ആയിട്ടോ കൊടുക്കാവുന്നതാണ്. ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫയലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാൽക്കണിയാണ് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ ഈ ഒരു അതിനോടനുബന്ധിച്ച് തന്നെ ബാൽക്കണി വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ എലിവേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം ഇവിടെ പില്ലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തേക്കണത്. പിന്നെ ഹാൻഡ് റെയിലായിട്ട് നമുക്ക് SS-ന്റെ സ്ക്വയർ പൈപ്പിലും അതുപോലെ തന്നെ ഗ്ലാസ്സിലുമായിട്ടാണ് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്.
കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രം മാറി വരുന്ന ഈ ഒരു വീടിന്റെ സ്പെസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞപ്പോൾ വരുന്നത് ഏകദേശം 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ്. ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന വില 66 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീട് വിസിറ്റ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇപ്പം ഞങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ലോൺ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നു. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.